ഒരു റേപ്പ് അക്യൂസേഷൻ, ഒരു ഫേഡിങ് സ്റ്റാർ, അതേപോലെ തന്നെ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കുന്ന ഒരു ടാബു സബ്ജക്റ്റ്. ഇതാണ് ബന്ദർ. ഞാൻ ഈ പടം കാണാൻ കുറേ ദിവസമായി കാത്തിരിക്കുന്നു. ഇവിടെ അധികം ഷോസ് ഉണ്ടായില്ല. അതുകൊണ്ട് കിട്ടിയ ചാൻസ് ഈ പടം കയറി കണ്ടു. ആൻഡ് ഒറ്റ ലൈനിൽ റിവ്യൂ പറയുവാണെങ്കിൽ എ ഗ്രേറ്റ് ഫസ്റ്റ് ഹാഫ് ആൻഡ് എ മിക്സ്ഡ് സെക്കൻഡ് ഹാഫ്. ഇനി ഇതുവരെ അനുരാഗ് കാശ്യപ് പടങ്ങൾ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ പടം കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഫസ്റ്റ് ഹാഫ് വാസ് ബ്രില്യൻറ്റ്. ഞാൻ ഈ വർഷം തന്നെ കാണുന്നത് മോസ്റ്റ് ഇൻറ്റൻസ് ആൻഡ് ബെസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ ഒന്നാണ് ബന്ദർ എന്ന സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. ഒരു ഫേഡിങ് സ്റ്റാർ, ആളുടെ മെയിനിൽ ഒരു ദിവസം ഒരു അക്യൂസേഷൻ വരികയാണ്, റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡീനെ. ആൻഡ് അതിനുശേഷം ആള് പോകുന്ന ഒരു ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ നടക്കുന്ന ഒരു കുറേ നിമിഷങ്ങളും, അതേപോലെ ആളുടെ ഹെൽപ്ലെസ്നെസ്, പിന്നെയുള്ള മീഡിയ ട്രയൽ, കൺഫ്യൂഷൻസ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ വർക്കായിട്ടുണ്ട്. പിന്നീട് സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ പടം വേറൊരു റൂട്ട് പിടിക്കുന്നുണ്ട്. ഒരു ടാബു സബ്ജക്റ്റിന് വേണ്ടി സിനിമ സംസാരിക്കുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ വളരെ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്. നമ്മൾ ഈ പടം കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങപ്പോലും നമ്മൾ ആ ഒരു ടോപ്പിക്, ഈ പടം ഒരു ഓപ്പൺ എൻഡിങ്ങിനെ നിർത്തുന്നത്, ആ ഒരു സംഭവം നമ്മളെ ചിന്തിപ്പിക്കും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയാനുള്ള ഒരു പ്രോപ്പർ ക്ലാരിറ്റിയോ ഇമോഷണൽ ഡെപ്തുള്ള റൈറ്റിംഗ് ഈ ഒരു സിനിമയ്ക്ക് കംപ്ലീറ്റ്ലി മിസ്സിങ് ആയിപ്പോയി. ബാക്ക് സ്റ്റോറി ഒട്ടും കണക്റ്റ് ആവുണ്ടായില്ല. ക്യാരക്ടേഴ്സിന്റെ മോട്ടിവേഷൻ ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല. അതേപോലെ ജയിലിൽ ഉള്ള കുറേ നിമിഷങ്ങൾ ഭയങ്കര ഡ്രാഗിങ് ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്ത ആ ഇൻറ്റൻസിറ്റിയാണ് സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ്ലി ലൂസായി പോണത്. ഇനി ഇതിൻ്റെ പെർഫോമൻസസ്, ബോബി ഡിയോൾ എക്സലൻ്റ് ആയിരുന്നു. അടിപൊളിയായിട്ട് തന്നെ ആ ക്യാരക്ടറിനെ കൊണ്ടുപോയിട്ടുണ്ട്. അതും ഈ ഒരു കരിയറിൻ്റെ പീക്ക് ടൈമിൽ ഇങ്ങനത്തെ ഒരു റിസ്കി സബ്ജക്റ്റ് എടുത്തതിന് തന്നെ അപ്രിസിയേഷൻ കൊടുത്തേ പറ്റൂ. സാനിയ മൽഹോത്ര നന്നായിട്ടുണ്ട്. ഇന്ദ്രജിത്ത് ഡീസൻ്റ് ആയിരുന്നു. രാജ്ബി ഷെട്ടി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലത്തെ ക്യാരക്ടർ അത് ചെയ്തു പോയിട്ടുണ്ട്. വേണ്ടായിരുന്നു തന്നെയാണ് എനിക്ക് തോന്നിയത്. ടെക്നിക്കൽ സൈഡ് സ്ട്രോങ് ആയിരുന്നു. സിനിമാറ്റോഗ്രഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അറ്റ്മോസ്ഫിയർ എല്ലാം ടോപ്പ് നോച്ച്. പക്ഷേ ടെക്നിക്കൽ സൈഡ് കൊണ്ട് മാത്രം കാര്യമില്ല, റൈറ്റിംഗ് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഓവറോൾ ബന്ദർ ഒരു മോശം സിനിമയല്ല. ഇറ്റ്സ് എ തോട്ട് പ്രോവോക്കിംഗ് സിനിമ, ഇറ്റ്സ് എ ബ്രേവ് അറ്റംപ്റ്റ്. പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് റീച്ച് ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ എന്നേ എനിക്ക് പറയാനുള്ളൂ. വർത്ത് വാച്ചിങ് ആണോ? യെസ്. ബട്ട് മാസ്റ്റർ പീസ് ആയോ? ഇല്ല. ബന്ദർ ഡസൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ യു, ബട്ട് ഇറ്റ് മേക്സ് യു തിങ്ക്. ബന്ദർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ബോബി ഡിയോൾ ഇന്നസെന്റ് ആണോ ഇല്ലയോ? അത് നിങ്ങൾ കമന്റ്സിൽ ആഡ് ചെയ്യുക.